നമുക്കറിയാം മറ്റു രാജ്യങ്ങളെ പോലെയല്ല ഇറാൻ്റെ ഒരു ജീൻ എന്ന് നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ മറ്റുള്ള പല രാജ്യങ്ങളും കീഴടങ്ങിയപ്പോഴും ഇറാൻ കീഴടങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിലെ ഭരണകൂടം ഈ ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അത്യാധുനികമായ സംവിധാനങ്ങൾ എളുപ്പമായിരിക്കില്ല ഇറാൻ എന്നാണ്. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മളിപ്പം ഈ മിലിറ്ററി സ്ട്രെങ്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഒരു മാസീവായിട്ടുള്ള ഫൈറ്റർ ജെറ്റ് അറ്റാക്ക് ഉണ്ടായാൽ ഇറാൻ വീണു പോവില്ലേ സുഹൈൽ? ഇറാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ട് എന്ന് മാത്രമല്ല അവരുടേത് വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള അറ്റാക്കാണ് എന്ന് മാത്രമല്ല വലിയ ചാരശൃംഖലയുണ്ടെന്ന് നേരത്തെ സുഹൈൽ തന്നെ പറയുന്നു. എവിടെ അറ്റാക്ക് ചെയ്യണം, എവിടെ ആക്രമിച്ച് ആരെ കൊല്ലണം, കീ തലവന്മാരെ എല്ലാം കൊന്നു കളഞ്ഞു, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. സോ ഇറാനെ ഏതാണ്ട് വളരെ പെട്ടെന്ന് ദുർബലപ്പെടുത്താൻ കഴിയുമ്പോഴത്തുള്ള ഒരു പ്ലാൻ അല്ലേ ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉള്ളത്? അതിപ്പോൾ എത്ര സമയം നിൽക്കാൻ പറ്റും ഈ ബാലിസ്റ്റിക്കുകളുമായിട്ട്? തീർച്ചയായും അമേരിക്കയും യു എസും ഇസ്രായേലും കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ശേഷി അത് മികച്ചത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഇന്റലിജൻസ് സംവിധാനങ്ങളും ശക്തം തന്നെയാണ്. പക്ഷേ അത്തരമൊരു സംവിധാനത്തിൽ ഒരുപക്ഷെ ഇറാൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇറാൻ പുറത്തെടുക്കാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇത്തരമൊരു വലിയ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിലെ വിവിധ ബേസുകൾ അമേരിക്കയ്ക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയത് ഇന്ധനം നിറക്കാനെങ്കിലും അത് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകും എന്നാണ് ഈ നേരത്തെ തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ യുദ്ധമായി മാറും. അങ്ങനെയാണെങ്കിൽ ആ യുദ്ധം അത്തരമൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ അതത് രാജ്യങ്ങൾ എന്തുമാത്രം ഇടപെടും? അതിൽ GCC രാജ്യങ്ങളുടെ പങ്കാളിത്തം എന്തുമാത്രമായിരിക്കും? ഇതൊരു മഹായുദ്ധമായി മാറാൻ പോവുകയാണോ?